പാല സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാനും കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത് വീക്ഷിക്കാനുമായി എറണാകുളം പള്ളി പരിസരത്തും സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന് സമീപവും സ്റ്റേഡിയത്തിന്റെ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലും നിരവധി ആളുകൾ നിലയുറപ്പിച്ചിരുന്നു. സമ്മേളനം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെ പ്രവേശനം പ്രത്യേക പാസ് മൂലം നിയന്ത്രിച്ചിരുന്നു. 3 ഹെലികോപ്റ്ററുകളായിട്ടാണ് രാഷ്ട്രപതിയും സംഘവും എത്തിയത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, മന്ത്രി വി എൻ വാസവൻ എന്നിവർ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരുന്നു. സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതിയും സംഘവും മടങ്ങുന്നവരെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടം മൈതാനത്തിന് സമീപം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രിക്കും ആറന്മുള കണ്ണടികൾ സമ്മാനിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ്, മന്ത്രി വി എൻ വാസവൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവർ പ്രസംഗിച്ചു. പാല സെന്റ് തോമസ് കോളേജ് നാടിന് വിജ്ഞാന വെളിച്ചം പകരുന്ന കലാലയമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. Earlier today, I had the privilege of participating in the sacred observance of Sri Narayana Guru's Mahasamadhi centenary at Sivagiri. The great sage, social reformer and poet has left many inspiring messages for us. He had said, Vidya Kondu Prabuddha Rabuka, which means get enlightened through education. An area that lacks education may remain an area of darkness. The light of education illuminates the path to individual and collective progress. I appreciate the efforts of this college in spreading the light of education. യുവാക്കൾ തൊഴിൽദാതാക്കളായി മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ഓർമ്മിപ്പിച്ചു. തനിക്ക് കൂടുതൽ കരുത്ത് പകർന്ന കലാലയമാണ് സെന്റ് തോമസ് കോളേജ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. എന്റെ മാതൃകാ കോളേജാണ് ഈ കലാലയമെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ, എംപിമാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, മാണി സി കാപ്പൻ MLA എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ നിരവധി പേരും കോളേജ് വിദ്യാർത്ഥികളും സദസ്സിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല.